ഒരു കൂട്ടായ്മ ബന്ധമൊക്കെ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന ഒരു ദിനമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. പ്രത്യേകാൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് നീയാകുന്നു എന്ന തികഞ്ഞ ബോധത്തോടുകൂടെ നിൻ്റെ സന്നിധിയിലിരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആരാധനാ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങളുടെ ഇടവകയെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെയും നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം വചനത്തിന് മുൻപാകെ ഇരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമെന്ന് നിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ പ്രിയപ്പെട്ട ഇടവകയുടെ 25ാമത്തെ ചർച്ച് ഡേ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പാസ്റ്റർ രാജ പോൾ, പാസ്റ്റർ ആർദർ, അതുപോലെ ഇന്ന് ഈ ഒരു മീറ്റിങ്ങിലേക്ക്, ഈ ആരാധനയിലേക്ക് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ഇടവകയിലെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ആരാധനാ ശുശ്രൂഷ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന ഗായക സംഘ അംഗങ്ങൾ, ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടുന്നതായ എല്ലാ സഹായങ്ങൾ, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഈ 25ാമത്തെ ചർച്ച് ഡേയോടനുബന്ധിച്ച് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന ദിനമായി ആചരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നാം ഇന്ന് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. നാം ഇവിടെ ഗോസ്പൽ പോർഷനായി വായിച്ചു കേട്ട വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. അത് വീണ്ടും വായിക്കുവാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ധ്യാന ചിന്തയുടെ ഭാഗമായി ആ ഭാഗത്ത് നിന്ന് ചില വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 2 രാത്രികളിലായി നിങ്ങളോടൊപ്പം വചനം ധ്യാനിപ്പാൻ എനിക്കൊരവസരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലത്തെ ഉപവാസ പ്രാർത്ഥനയിലും ഒരുമിച്ച് വചനം ധ്യാനിപ്പാനായി ഒരവസരം ദൈവം നൽകി. എന്നാൽ ഇന്ന് കുടുംബത്തെ പ്രതിഷ്ഠിച്ചുള്ള ഒരു ആരാധന ആയതുകൊണ്ട് തന്നെ ഇവിടെ പാസ്റ്റർ രാജ പോൾ പറഞ്ഞതുപോലെ തിരുക്കുടുംബത്തോട് ചേർന്നുള്ള ഒരു ധ്യാനമാണ് ഇന്നത്തേക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. I am really grateful to Pastor Raja Paul for complimenting what I am going to share with you all today. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ആമുഖമായി പാസ്റ്ററിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോടും ഏറെ നന്ദി പറയുന്നു. ഇവിടെ 41ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. യേശു കർത്താവിൻ്റെ അമ്മയപ്പന്മാരായിരിക്കുന്ന യോസഫിനെയും മറിയെക്കുറിച്ചുമുള്ള ഒരു പരാമർശമാണ്. എല്ലാ വർഷവും പതിവ് പോലെ പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകുന്ന ഒരു കുടുംബം. യേശുവിൻ്റെ അമ്മയും അപ്പനുമായിരിക്കുന്ന മറിയേയും യോസഫിനെയും നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ച് യോസഫിൻ്റെയും മറിയയുടെയും ഒരു ജീവിതവും അവരുടെ ജീവിത ശൈലിയുമൊക്കെയാണ് യേശു എന്ന് പറയുന്ന ബാലനെ ഈ ലോകത്തിലേക്ക് തൻ്റെ സ്വർഗത്തിലെ പിതാവ് എന്തിനു വേണ്ടി അയച്ചോ ആ ഒരു വലിയ നിയോഗത്തിന് വേണ്ടി ഒരുക്കിയത് എന്ന് നമുക്കറിയാം. യോസഫ് എന്ന് പറയുന്ന യേശുവിൻ്റെ അപ്പനെ നമ്മളുടെ മുൻപിലേക്ക് സുവിശേഷം പരിചയപ്പെടുത്തുന്നത് തന്നെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യോസഫ് നീതിമാനാകൊണ്ട്, ജോസഫ് വാസ് എ ജസ്റ്റ് മാൻ, ജോസഫ് വാസ് എ റൈച്ചസ് മാൻ. നീതിമാനാകൊണ്ട്, ഇങ്ങനെയാണ് യോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നീതിബോധമുള്ള മാതാപിതാക്കളുടെ മകനായിരുന്നു യേശു. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും എന്നൊക്കെയുള്ളൊരു റോള് ഫുൾഫിൽ ചെയ്യുന്ന ഇടത്ത് നീതിബോധത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. സാധാരണഗതിയിൽ ജസ്റ്റിസ് എന്ന വാക്ക് നമ്മളൊരു കോടതി ഭാഷയോട് ചേർന്നാണ് കേൾക്കുന്നത്. ഇറ്റ് ഈസ് എ വൊക്കാബുലറി യൂഷ്വലി സീൻ ഇൻ ദ കോർട്സ്.
അപ്പോൾ ഒരു കോടതിയുടെ ഭാഷയായി പലപ്പോഴും നമ്മൾ ജസ്റ്റിസിനെ കാണുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പദത്തിന് കുടുംബ ബന്ധത്തിൽ അർത്ഥമുണ്ടാകുന്നത്? ജസ്റ്റിസ് എന്ന വാക്കിന് വളരെ ലളിതമായൊരു അർത്ഥമുണ്ട്. അർഹിക്കുന്നവന് അർഹിക്കുന്നതിനെ നൽകുന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുള്ളവന് ശിക്ഷ നേടിക്കൊടുക്കുകയും നിരപരാധിയെ വെറുതെ വിടുകയും ചെയ്യുന്ന ഇടമാണ് കോടതി. അതുകൊണ്ടാണ് അവിടെ ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്കിന് ഏറെ അർത്ഥമുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബ ബന്ധത്തിൽ ഭാര്യ അർഹിക്കുന്നതിനെ നൽകുവാൻ ഭർത്താവിന് സാധിക്കുമ്പോൾ, ഭർത്താവ് അർഹിക്കുന്നതിനെ നൽകുവാൻ ഭാര്യയ്ക്ക് സാധിക്കുമ്പോൾ, മക്കൾ അർഹിക്കുന്നതിനെ നൽകുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുമ്പോൾ, മാതാപിതാക്കൾ അർഹിക്കുന്നതിനെ നൽകുവാൻ മക്കൾക്ക് സാധിക്കുമ്പോൾ, we say justice is being fulfilled in family relationships. അങ്ങനെ ജീവിച്ച ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനുടമയായിരുന്നു യോസഫും മറിയയും. നമുക്കറിയാവുന്നതുപോലെ യേശു യോസഫിൻ്റെ സ്വന്തം മകനായിരുന്നില്ല. എന്നിട്ടും പിതാവ് എന്ന റോളിലേക്ക് വിളിക്കപ്പെട്ട ഒരു വലിയ നിയോഗമാണ് യോസഫിന് ലഭിച്ചിരുന്നത്. അത് ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ച ഒരു ഭർത്താവും പിതാവുമായിരുന്നു യോസഫ്. ഇവിടെ ഈ അമ്മയപ്പന്മാരെ കുറിച്ച് വായിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചില പതിവുകളുണ്ടായിരുന്നു. ആണ്ടുതോറും പതിവ് പോലെ യെരുശലേമിലേക്ക് അവരുടെ മകനുമായി യാത്ര ചെയ്തിരുന്നവരാണ് യോസഫും മറിയയും. നമ്മൾ ഓർക്കണം, ഇന്നത്തെ കാലത്തെ കൂട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. യെരുശലേമിലേക്ക് പെസഹ പെരുന്നാളിന് പോകണമെന്നുള്ളത് അനേക മാസങ്ങൾക്ക് മുമ്പുള്ള തയ്യാറെടുപ്പാണ് ആ കാലഘട്ടത്തിലെ ഒരു കുടുംബത്തിന്. അടുത്ത വർഷത്തെ പെസഹ പെരുന്നാളിന് യെരുശലേമിൽ ഞാനും എൻ്റെ കുടുംബവും കാണപ്പെടണമെന്ന ഒരു കുടുംബം നിശ്ചയിക്കുന്നത് അനേക മാസങ്ങൾക്ക് മുൻപാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുന്നമേ തന്നെ. ഈ വർഷം പെസഹ പെരുന്നാളിന് പോയി മടങ്ങി വരുമ്പോൾ തന്നെ ആ കുടുംബം തയ്യാറെടുക്കുകയാണ് അടുത്ത വർഷത്തെ പെസഹ പെരുന്നാളിന് പോകുവാൻ. ഏറെ ഒരുക്കത്തോടുകൂടെ ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കുടുംബത്തെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമ്മളോട് ഇതാണ്: എത്ര ഒരുക്കത്തോടു കൂടിയാണ് നമ്മളുടെയൊക്കെ ആത്മീയ ജീവിതം നാം കൈകാര്യം ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പ്രിപ്പറേഷൻ ദാറ്റ് വി ഹാവ് ഫോർ അവർ സ്പിരിച്വൽ ലൈഫ്? ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ആരാധനയ്ക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതിന് കുടുംബമായി നാം ഒക്കെ ഒരുക്കപ്പെടുന്നുണ്ടോ? ഇത് നമ്മളുടെ ഉള്ളിൽ ഒരു ചോദ്യമായി മാറണം. കുറഞ്ഞ പക്ഷം ആരാധനയ്ക്ക് വരുന്നതിന് മുൻപേ തന്നെ, തലേ രാത്രിയിൽ തന്നെ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരാഴ്ചക്കാലം ദൈവം നടത്തിയ വിധങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ആരാധനയ്ക്ക് കടന്നു വരുന്നത് ഒരു ഒരുക്കമാണ്. കഴിഞ്ഞൊരാഴ്ചയിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി ഞാൻ ചെയ്ത പാപങ്ങളെയൊക്കെ ഭവനത്തിൽ വെച്ച് തന്നെ ഏറ്റുപറഞ്ഞ് കടന്നു വരേണ്ടുന്ന ഒരിടമാണ് നമ്മളുടെയൊക്കെ ദേവാലയങ്ങൾ. അത്തരത്തിൽ ഒരുക്കപ്പെടാതെ ഈ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുന്നതിൻ്റെ കുറവുകൾ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ മുൻപോട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ യേശു എന്ന് പറയുന്ന ബാലൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഈ കാര്യം യോസഫും മറിയയും അറിയാതെ പോയി. They did not know that Jesus was not with them. എന്തുകൊണ്ട് യോസഫും മറിയയും ഇത് അറിയാതെ പോയി എന്ന് പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു ചിന്തയായിരിക്കാം. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും മക്കളൊപ്പമുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിരിക്കണമല്ലോ. എന്നാൽ ഇവിടുത്തെ സമൂഹത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇവര് ഇന്ന് പാസ്റ്റർ രാജാപ്പോൾ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കുടുംബങ്ങളല്ല. ഇവരൊരു സമൂഹമായി യാത്ര ചെയ്യുന്നവരാണ്. ഒരു വില്ലേജ് ഒരുമിച്ചാണ്, ഒരു ഗ്രാമം ഒരുമിച്ചാണ് പെസഹ പെരുന്നാളിന് വേണ്ടി യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ട്രാവലിങ്ങിൻ്റെ ഭാഗമായി ഇവർ പോകുമ്പോൾ പിള്ളേരെല്ലാവരും ഒരുമിച്ച്, യൗവനക്കാരെല്ലാവരും ഒരുമിച്ച്, അല്ലെങ്കിൽ എൻ്റെ മകൻ മറ്റൊരു കുടുംബത്തിനോടൊപ്പമായിരിക്കാം എന്നുള്ള ചിന്ത വളരെ നാച്ചുറലാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ വഴി പോന്നപ്പോൾ യോസഫും മറിയയും കരുതി മറ്റേതെങ്കിലും ഭവനത്തോടൊപ്പം, കുടുംബത്തോടൊപ്പം അവരുടെ മകൻ ഉണ്ടാകുമെന്ന്. ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വലിയ വസ്തുത ഇതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന 12 വയസ്സുള്ള ഒരു ബാലൻ മറ്റൊരു കുടുംബത്തോടൊപ്പം സുരക്ഷിതനാണ് എന്ന് കാണുവാൻ തക്കവണ്ണം യോസഫിൻ്റെയും മറിയയുടെയും ഹൃദയത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ട്? എത്രത്തോളം നമുക്ക് കരുതാൻ സാധിക്കും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ
ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ സുരക്ഷിതമായി കാണപ്പെടുമെന്ന്. എൻ്റെ കുഞ്ഞ് ഈ ഒരു സമൂഹത്തിൽ സേഫായി വളരുവാൻ തക്കവണ്ണമുള്ള ഒരു അന്തരീക്ഷം, അത് നമ്മുടെ ഇടവക പശ്ചാത്തലത്തിലായിരിക്കാം, നമ്മൾ വസിക്കുന്ന ഒരു നെയ്ബർഹുഡിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം, നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുമോ? ഇന്ന് എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളിൽ ഒരു ഭയമല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടില്ലെങ്കിൽ അയൽപക്കത്തെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ധൈര്യം നമുക്കുണ്ടോ? നമ്മളുടെ സൗഹൃദ ബന്ധങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഏൽപ്പിച്ചിട്ട് ഒരു ദിവസം ഒന്ന് മാറി നിൽക്കുവാനുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടോ? നമുക്കിത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ വന്നു പോയിട്ടുള്ള ഒരു മൂല്യത്തിൻ്റെ ശോഷണത്തെക്കുറിച്ചൊക്കെ നമ്മളേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ യോസഫിനും മറിയയ്ക്കും ഒരു കോൺഫിഡൻസ് ഉള്ളിലുണ്ടായിരുന്നു, ഞങ്ങളുടെ മകൻ മറ്റൊരു കുടുംബത്തോടൊപ്പം സേഫ് ആയിരിക്കുമെന്ന്. അങ്ങനെ വളരുന്ന അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ന് നമ്മളുടെ സമൂഹത്തെ അത്തരത്തിലൊരു സേഫ് എൻവയൺമെൻ്റായി കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു നാൾക്ക് ശേഷം അവർ തിരിച്ചറിയുകയാണ്, ബാലനായ യേശു അവർക്കൊപ്പമില്ല. അവർ മടങ്ങി പൈതലിനെ തിരഞ്ഞുകൊണ്ട് പോകുന്നു. മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകാം. പക്ഷേ എത്ര അപ്പനും അമ്മയ്ക്കും ആത്മവിശ്വാസത്തോടു കൂടെ പറയാൻ സാധിക്കും, എൻ്റെ മക്കൾ എന്നോടൊപ്പമുണ്ട് എന്ന്? ഇന്ന് പല മുറികളിലായി നമ്മളുടെയൊക്കെ ജീവിതങ്ങൾ ഒതുങ്ങുന്നില്ലേ? പണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൂട്ടുകുടുംബത്തെക്കുറിച്ചൊക്കെ ഇവിടെ പാസ്റ്റർ പറഞ്ഞല്ലോ അല്ലേ? ഒരു കുടുംബത്തിനകത്ത് എത്രയോ പേർ ഒരുമിച്ച് വസിച്ചിരുന്നു. അപ്പനും അമ്മയും മക്കളുമൊക്കെ ഒരേ മുറിയിൽ തന്നെ കിടന്നുറങ്ങിയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ ജീവിതം ഒക്കെ വളരെയധികം പ്രോഗ്രസ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യതകളെ തന്നപ്പോൾ, നമ്മളുടെ റിസോഴ്സുകളെയൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ഓരോ മുറികളുണ്ട് ഇന്ന് ഭവനങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവരവരുടേതായ പ്രൈവറ്റ് സ്പേസസിലേക്ക് അപ്പനും അമ്മയും മക്കളും ഒക്കെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കുമോ, എന്നോടൊപ്പം ഈ ജീവിതയാത്രയിൽ മക്കളുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം കുറഞ്ഞു പോകുന്നില്ലേ? അവർ വീട്ടിലുണ്ട്, അവർ സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്. പക്ഷേ ഒരുമനപ്പെട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമ്മളുടെ മനസ്സുകൾ ഒരുമിച്ചാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? യൗവനക്കാരായ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്നൊക്കെ എത്രയോ ദൂരത്തിലാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുവാൻ വൈകുന്നത് കൊണ്ട് തന്നെ അവരെ തിരഞ്ഞു പോകുവാനും നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്, അങ്ങനെ ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഏറെ ജാഗ്രത പുലർത്തേണ്ടുന്ന, ശ്രദ്ധയോടുകൂടെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്. എൻ്റെ മക്കൾ എന്നോടൊപ്പമുണ്ടോ? ഞാൻ പറയുന്നത് ഗ്രഹിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നതിനെ ഏറ്റെടുത്ത് അനുസരണ മനോഭാവത്തോടെ ജീവിക്കുവാൻ ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുവാൻ ഈ ഒരു വേദഭാഗം നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇവർ മടങ്ങി യെരുശലേമിൽ ചെല്ലുന്നു. ഈ പോകുന്ന വഴിയിലൊക്കെ യോസഫും മറിയയും ഈ പൈതലിനെ തിരയുന്നുണ്ട്, പക്ഷെ എങ്ങും കാണുന്നില്ല. ഈ അപ്പനും അമ്മയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് യേശു എന്ന് പറയുന്ന ബാലൻ ഇരിക്കുന്നു. യെരുശലേം ദേവാലയത്തിലെ മതപണ്ഡിതന്മാരുടെ വളരെ മതത്തെക്കുറിച്ച് അറിവുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം വലിയ അറിവും വിദ്യാഭ്യാസവും ഒക്കെ മതത്തോട് ചേർന്നുള്ളവരുടെ നടുവിൽ ഇരുന്നു കൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും അവരോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന 12 വയസ്സുള്ള അവരുടെ മകനെ ഈ അമ്മയും അപ്പനും കണ്ടെത്തുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ മറിയ യേശുവിനോട് എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 48 വാക്യം. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ച് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. വളരെ ആഴത്തിലുള്ളൊരു ചോദ്യമാണ് മറിയ യേശുവിനോട് ചോദിക്കുന്നതും അതിനോട് ചേർന്ന് പറയുന്നതും. നിന്റെ അപ്പനും ഞാനും വ്യസനിച്ച് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, മറിയയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, അമ്മ എത്ര വിഷമിച്ചെന്നറിയാമോ? അമ്മ ഇത്രത്തോളം വിഷമിച്ച് നിനക്ക് വേണ്ടി നിന്നെ തെരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷെ മറിയ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നിന്റെ അപ്പനും ഞാനും വ്യസനിച്ച് നിന്നെ തിരഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഒരു ഷെയറിങ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി
that happened in the mistake. മകനെ കാണുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് വന്ന ഒരു വീഴ്ചയാണ്. പക്ഷേ ഈ വീഴ്ച അപ്പനും അമ്മയും ഒരുപോലെ ഏറ്റെടുത്താണ് ഈ മകനെ അന്വേഷിച്ച് മടങ്ങി വരുന്നത്. ഒരു ഷെയറിങ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ഇൻ ദ മിസ്റ്റേക്ക് ദറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ ഫാമിലി. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇന്നത്തെ കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ അപ്പൻ വേഗം ആരെ കുറ്റപ്പെടുത്തും? അമ്മയെ കുറ്റപ്പെടുത്തും. അമ്മ വേഗം ആരെ കുറ്റപ്പെടുത്തും? അപ്പനെ കുറ്റപ്പെടുത്തും, അല്ലേ? എപ്പോഴെങ്കിലും മക്കളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് കണ്ടാൽ അപ്പൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? നീയല്ലേ അവനെ വളർത്തിയത്, നീയല്ലേ അവളെ വളർത്തിയത്, എല്ലാ സ്വാതന്ത്ര്യവും ചെറുപ്പം മുതൽ നീ കൊടുത്തില്ലേ? എൻ്റെ ചോദ്യം ഇതാണ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ അപ്പൻ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു, അല്ലേ? ഇത് തിരിച്ച് അമ്മമാർ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളുടെ വീട്ടുകാരുടെ ഗുണമല്ലേ മക്കള് കാണിക്കത്തുള്ളൂ. നമ്മൾ പരസ്പരം നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കുന്നത് ഇതാണ്. ഒരു തെറ്റ് പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഒരുമിച്ച് ഏറ്റെടുക്കത്തില്ല. പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ആയുസ് തീർക്കും നമ്മൾ. അത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും വീട്ടിലൊരു തെറ്റ് പറ്റിയാൽ പേരൻസ് ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മിസ്റ്റേക്ക് ടുഗെദർ. രണ്ടുപേരും ഒരുമിച്ച് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴാണ് ആ തെറ്റിനെ തിരുത്തുവാൻ നമ്മൾക്ക് സാധിക്കുന്നത്. ഇവിടെ യോസഫിന് വേണമെങ്കിൽ മറിയോട് പറയാമായിരുന്നു, നിന്റെ മകനല്ലേ, നീയല്ലേ അവനെ ഇതുവരെ വളർത്തിയത്, അതുകൊണ്ട് നീ പോയി അന്വേഷിച്ച് അവനെ തിരിച്ചു കൊണ്ടുവാ. വേണമെന്നുണ്ടെങ്കിൽ യോസഫിന് അത് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ മറിയ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചു എന്ന് പറഞ്ഞാൽ both of them shared the pain and the concern for not seeing Jesus with them. യേശു എന്ന് പറയുന്ന ബാലൻ അവരോടൊപ്പം ഇല്ല എന്നുള്ളതിൻ്റെ വിഷമം അപ്പനും അമ്മയും ഒരുപോലെ അനുഭവിച്ചുവെന്ന് ഈ വേദഭാഗം നമ്മളോട് പറയുന്നുണ്ട്. ഇത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇതൊരു വെല്ലുവിളിയായി മാറണം. സംഭവിക്കുന്ന ഏത് ഭവനത്തിൽ ആ തെറ്റ് സംഭവിക്കാത്തത്? ഏത് കുടുംബ ജീവിതത്തിൽ ആ വീഴ്ച സംഭവിക്കാത്തത്? സംഭവിക്കുന്ന വീഴ്ചയുടെയും തെറ്റിൻ്റെയും പശ്ചാത്തലത്തിൽ പരസ്പരം വിരൽ ചൂണ്ടുവാനല്ല നമ്മളുടെ ഉത്തരവാദിത്തം. പകരം തെറ്റുകളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മക്കളെ മടക്കി കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത് വന്നുപോയ മിസ്റ്റേക്ക് ആരുടെയും ആയിക്കൊള്ളട്ടെ, ഒരുമിച്ച് ചേർന്ന് നിൽക്കുവാൻ അപ്പനും അമ്മയ്ക്കും സാധിച്ചാൽ തീർച്ചയായിട്ടും കുടുംബ ബന്ധത്തെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഇവിടെ യോസഫും മറിയയും നമ്മെ പഠിപ്പിക്കുന്നത്. വന്നുപോയ തെറ്റുകൾക്ക് പരസ്പരം കുറ്റപ്പെടുത്താതെ ഒരുമിച്ച് നിന്നുകൊണ്ട് മക്കളെ തിരിച്ച് വിളിക്കുവാൻ, റെസ്റ്റോർ ചെയ്യുവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മോട് പറയുന്നു, പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ ഒരിക്കലും നമ്മുടെ തെറ്റുകൾ തിരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് അത്തരത്തിൽ കുടുംബ ബന്ധങ്ങളിൽ വന്നുപോയ വീഴ്ചകളെ കാണുവാൻ നമുക്ക് സാധിക്കണം. ഇനി അതിനുശേഷം ഈ കർത്താവ് ചോദിക്കുന്ന, യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. എൻ്റെ പിതാവിനുള്ളതിൽ, ഡിഡ്ന്റ് യു നോ ദാറ്റ് ഐ ഹാഡ് ടു ബി ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്? നിങ്ങൾക്കറിയത്തില്ലായിരുന്നോ ഞാനിവിടെ കാണുമെന്ന്? ഇത് യേശു എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, യേശുവിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു താൻ ഈ ലോകത്തിൽ ജനിച്ചത് എന്തിനാണ്, ജീവിക്കുന്നത് എന്തിനാണ്. ഈ ലോകത്തിൻ്റെ മശിഹായായി തന്നെ അയച്ചിരിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യം ജനിച്ച് വളരുന്ന നാളുകളിൽ തനിക്ക് തൻ്റെ അപ്പനും അമ്മയും തന്നെയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ സംബന്ധിച്ച് തൻ്റെ പിതാവിനുള്ള ഇടത്ത് ഞാൻ കാണപ്പെടണം എന്നുള്ള ബോധ്യമുണ്ടായത്. അടുത്ത ചോദ്യം നമ്മളോടാണ്, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടും ടീനേജേഴ്സിനോടും യൗവനക്കാരോടും. ദൈവം ഉള്ള ഇടത്താണോ നാം എല്ലാവരും കാണപ്പെടുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടങ്ങളിലാണോ ഞാനും നിങ്ങളും കാണപ്പെടുന്നത്? എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ട്രാക്കിൽ നിന്ന് നമ്മൾ വഴിമാറി പോകുമ്പോൾ ഈ ബോധം നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടേണ്ടുന്നവനാണ്, അതുകൊണ്ട് എനിക്കൊരു മടങ്ങിവരവ് ആവശ്യമാണെന്ന്. ഇവിടെ യേശു എന്ന ബാലൻ തൻ്റെ അപ്പനോടും അമ്മയോടും ചോദിക്കുന്നു, നിങ്ങൾ അവിടെയും ഇവിടെയും എന്നെ തിരയേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല, കാരണം ദിസ് ഇസ് ദ പ്ലേസ് വെർ ഐ ആം സപ്പോസ് ടു ബി. ഇവിടെയാണ് ഞാൻ കാണപ്പെടേണ്ടതെന്ന് എനിക്കറിയാം. ഈ ബോധം നമുക്കും ഉണ്ടാവണം. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലാവണം ഞാൻ കാണപ്പെടുന്നത്. കർത്താവ് ഇഷ്ടപ്പെടാത്ത ഇടങ്ങളിൽ നമ്മുടെ പാദങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ ഉള്ളിലുണ്ടാവണം. This is not the place where I am supposed to be, but there is a place where I am supposed to be.
ഞാൻ കാണേണ്ടുന്ന ഇടത്താണോ കാണപ്പെടുന്നതെന്നുള്ള ചോദ്യം നമുക്കുണ്ടാവണം. കർത്താവിന് കടന്നു വരുവാൻ പറ്റാത്ത ചില ഇടങ്ങളിലേക്കൊക്കെ നമ്മളും നമ്മളുടെ മക്കളും സഞ്ചരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം കുടുംബ ബന്ധങ്ങളോട് ചേർന്ന് നാം ചോദിക്കേണ്ടുന്നത് ആവശ്യമാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ യാത്ര എങ്ങോട്ടാണ്? ഞാൻ കാണപ്പെടുന്നത് എവിടെയാണ്? എൻ്റെ മക്കൾ സഞ്ചരിക്കുന്ന വഴികൾ എവിടെയാണ്? കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടത്താണോ ഞാൻ കാണപ്പെടുന്നതെന്ന് സ്വയം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഇതൊരു പിറന്നാൾ ദിനത്തിലോ വെഡിങ് ആനിവേഴ്സറി ദിനത്തിലോ ചർച്ച് ഡേയിലോ കുടുംബദിനത്തിലോ മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യമല്ല. ആയുസ്സുള്ളിടത്തോളം കാലം സ്വയം ചോദിക്കണം, എൻ്റെ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ഇടത്ത് എൻ്റെ കുടുംബത്തെ പ്രതിഷ്ഠിക്കുവാൻ എനിക്ക് സ്വയം കാണപ്പെടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എവിടെയൊക്കെയോ എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അവർ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ സർപ്രൈസ് അല്ലേ? യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഒന്നും അപ്പനും അമ്മയുമായിരിക്കുന്ന യോസഫിനും മറിയയ്ക്കും സാധിച്ചിരുന്നില്ല. പക്ഷെ അവനെ അവർ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്. കർത്താവിനെ യേശു എന്ന് പറയുന്ന ബാലനെ അപ്പനും അമ്മയുമായിരിക്കുന്ന യോസഫും മറിയയും കുറ്റപ്പെടുത്തുന്നില്ല. 51-ാമത്തെ വാക്യം, പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഇനിയും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടും കൗമാരപ്രായക്കാരോടും യൗവനക്കാരോടുമാണ് എനിക്ക് എടുത്ത് ഈ ഭാഗത്ത് നിന്ന് പറയുവാനായിട്ടുള്ളത്. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. 12 വയസ്സുള്ള യേശു എന്ന ബാലൻ യെരുശലേമിലെ മതപണ്ഡിതന്മാരുടെയൊക്കെ നടുവിൽ ഇരുന്നു കൊണ്ട് അവരോട് ചോദ്യം ചോദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയൊക്കെ ചെയ്തപ്പോൾ യേശുവിൻ്റെ മനസ്സിൽ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നമ്മളെപ്പോലെയാണെങ്കിൽ യേശുവിൻ്റെ മനസ്സിൽ ഉണ്ടാവാനുള്ള ഭാവം എന്താ? ഞാൻ ആരോ ആയി എന്ന് വേണമെങ്കിൽ അവന് തോന്നാം അല്ലേ? മലയാളത്തിലൊരു വാക്ക് പറയും, കുറച്ച് ജാടയൊക്കെ നമുക്ക് ആകാമെന്ന് പറയും. അതായത് ഞാൻ ആരോ ആയി എന്നുള്ളൊരു ഭാവം. യോസഫും മറിയയും യേശു എന്ന് പറയുന്ന ബാലൻ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊന്നും ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവർക്ക് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്ത് നേടിയെടുക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നിങ്ങളുടെ അപ്പനും അമ്മയും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അവർ വളർന്നു വരുന്ന പ്രായത്തിൽ അവർക്ക് വിദ്യ അഭ്യസിക്കുവാൻ ഇത്രത്തോളം സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ സ്വയം ത്യജിച്ച് അവരുടെ ജീവിതത്തിലെ ഒത്തിരി സുഖ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മക്കൾ എത്രയും വലുതാകണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് അറിവും വിദ്യാഭ്യാസവും നേടുവാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ അപ്പനെയും അമ്മയൊക്കെ പുച്ഛമാണ്. കാരണം എന്താ? നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാക്കാനുള്ള അറിവ് നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഇല്ല എന്നുള്ള തോന്നല് ഈ കാലഘട്ടത്തിലെ യൗവനക്കാരെയും കൗമാരപ്രായക്കാരെയും എന്തിനു പറയുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അപ്പനും അമ്മയും പറയുന്നതിനൊക്കെ പലപ്പോഴും നമ്മളൊരു വില കൊടുക്കാത്തത്. അവർക്ക് എന്തറിയാം? നമ്മൾ തമ്മിൽ വലിയൊരു ജനറേഷൻ ഗ്യാപ്പുണ്ട്. ശരിയാണ്, ഒരു വലിയ തലമുറയുടെ ഗ്യാപ്പ് ഇന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും ഒക്കെ തമ്മിലുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ വളരുന്നതിനൊപ്പം നിങ്ങളുടെ അപ്പനും അമ്മയും വളരുന്നുണ്ട്. അവരുടെ അനുഭവ സമ്പത്തിനോടൊപ്പം ചേർത്ത് വയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരറിവിനും സാധിക്കത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കുഞ്ഞുങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ മുതിർന്ന മാതാപിതാക്കൾ ഗ്രാൻഡ് പേരൻസും നിങ്ങളോടൊപ്പം വളരുന്നുവെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും യങ്ങർ ജനറേഷനിലുള്ളവർക്ക് പ്രായമുള്ളവരെ പുച്ഛമാണ്, നിന്ദിക്കും, പരിഹസിക്കും, അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാതെ പോകും. വീട്ടിലൊരു അഭിപ്രായം പ്രായമുള്ളവർ പറഞ്ഞാൽ അതിനെ ഏറ്റെടുക്കുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പക്ഷെ ഒന്നോർക്കണം, അവരുടെ അനുഭവ സമ്പത്തിനോളം ഒരിക്കലും ഈ കാലഘട്ടത്തിൽ ഗൂഗിൾ തരുന്ന അറിവോ നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്സിനോ കോളേജ് ടെക്സ്റ്റ് ബുക്സിനോ പകരുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ജീവിതമെന്ന് പറയുന്നത് അനുഭവ സമ്പത്ത് നിറഞ്ഞതാണ്. നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിക്കുന്നതൊന്നും ജീവിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അത് നമ്മളുടെ അനുഭവങ്ങളിലൂടെ മാത്രം നാം നേടിയെടുക്കുന്ന ജ്ഞാനമാണ്. അതുകൊണ്ട് ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നു, പിന്നെ അവൻ അവരോടൊപ്പം ഇറങ്ങി. വേണമെങ്കിൽ യേശുവിന് പറയാമായിരുന്നു, നിങ്ങളെക്കാളൊക്കെ അറിവുള്ളത് കൊണ്ടും
ഇവിടെ ഇരിക്കുന്ന യഹൂദ മത പണ്ഡിതന്മാരുടെ സംശയങ്ങളൊക്കെ കുറച്ചുകൂടെ തീർത്തിട്ട് അവരോട് കുറച്ചുകൂടി സംസാരിച്ചിട്ട് എനിക്ക് സമയമായി എന്ന് തോന്നുമ്പോൾ ഞാനങ്ങ് തിരിച്ച് മടങ്ങി നസ്രയത്തിലേക്ക് വന്നേക്കാം. യേശു അത് പറഞ്ഞില്ല. മറിച്ച് തന്നെ തിരഞ്ഞു വന്ന അപ്പൻ്റെയും അമ്മയുടെയും ഒപ്പം ആ യെരുശലേം ദേവാലയത്തിൻ്റെ പടി ഇറങ്ങുവാൻ യേശു തയ്യാറായത് അവൻ്റെ ഉള്ളിലുള്ള താഴ്മയുടെയും വിനയത്തിൻ്റെയും മനോഭാവമാണ്. പിന്നീട് നമ്മൾ യേശുവിനെ കുറിച്ച് വായിക്കുന്നത് യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്തെക്കുറിച്ചാണ്. ദർ ഇസ് എ ലോങ് സൈലൻസ് ഇൻ ദ ഹോളി ഗോസ്പൽ അബൌട്ട് ദ ചൈൽഡ്ഹുഡ് ഓഫ് ജീസസ്. ഈ 12 വയസ്സിന് ശേഷം പിന്നീട് നമ്മൾ യേശുവിനെ കാണുന്നത് 30ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെന്ന് സ്നാനമേൽക്കുന്ന യേശുവിനെയാണ്. ഈ ഒരു ലോങ് പീരീഡ് ഓഫ് സൈലൻസിൽ യേശുവിന് എന്ത് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അവൻ്റെ മാതാപിതാക്കളോടൊപ്പം കീഴടങ്ങിയിരുന്ന് അനുസരണ മനോഭാവത്തോടുകൂടെ അവരോട് ചേർന്ന് വളർന്ന ഒരു യേശുവാണ് പിന്നീട് പരസ്യ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുന്നത്. അതുകൊണ്ട് നാം ഓർക്കണം, ഒരു അനുസരണ മനോഭാവം എന്ന് നമ്മളുടെ സംസ്കാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നോ, നമ്മുടെ സംസ്കാരത്തെ നമുക്ക് നഷ്ടപ്പെടും. ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും അധികം ഭയക്കുന്നത് എന്തിനെയാണെന്നറിയാമോ? ഇന്ന് മക്കൾക്ക് അപ്പനെയും അമ്മയും അല്ല ഭയം, മറിച്ച് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഭയമാണ്. ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ വളർന്നിരുന്നത് അപ്പനെയും അമ്മയും ഭയന്ന. വീട്ടിൽ താമസിച്ച് കയറി വന്നാൽ അപ്പൻ വടിയെടുക്കുമോ, അമ്മയുടെ തുറിച്ചു നോട്ടം, അപ്പൻ്റെ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും? ഇന്ന് അങ്ങനെയുള്ള ഭയമുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? ഇന്ന് മറിച്ച് അപ്പനും അമ്മയ്ക്കും മക്കളെ ഭയമാണ്. There is a reversal in the process which is actually a scare for us. നമ്മളെ ഭയപ്പെടുത്തേണ്ടുന്നത് അതാണ്. ഒരു സംസ്കാരം, ഏതൊരു സിവിലൈസേഷനും നിലനിൽക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കുള്ള ഒഴുക്കിലൂടെയാണ്. അതുകൊണ്ട് ഇതിനൊരു റിവേഴ്സൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറെ ഭയപ്പെടണം, നമ്മളുടെ സംസ്കാരം വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നുവെന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ ഏറെ ചിന്തിപ്പിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അനുസരണ മനോഭാവത്തിൻ്റെ കാരണം എന്താ? താഴ്മ എവിടെയാണ്? വിനയം എവിടെയാണ്? ഇതൊക്കെ തിരിച്ചു പിടിച്ചില്ല എങ്കിൽ നമ്മുടെ സിവിലൈസേഷന് തന്നെ, നമ്മുടെ ആരാധന സമൂഹത്തിന് തന്നെ ഇതൊരു വലിയ ത്രെറ്റനിങ് ഫാക്ടറായി മാറും, ഭീഷണിയായി മാറും. അതുകൊണ്ട് യേശു എന്ന് പറയുന്ന ബാലൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയും മക്കളായിരിക്കുന്നവരെ, കൊച്ചുമക്കളായിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു. മുതിർന്നവരെ ആദരിക്കുവാൻ സാധിക്കണം, മുതിർന്നവരെ സ്നേഹിക്കുവാൻ സാധിക്കണം. ഇതില്ലാതെ പോകുന്ന ഭവനങ്ങൾ എപ്പോഴും സമൂഹത്തിൽ ഒരു വലിയ നഷ്ടമാണ്. ഇവിടെ പാസ്റ്റർ പറഞ്ഞല്ലോ, അൻപ് നഷ്ടപ്പെടുമ്പോൾ, സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങൾ ഇല്ലാതെയാകും. കുടുംബ ബന്ധത്തിലാണ് ഏറ്റവും അധികം സ്നേഹം അനുഭവിക്കപ്പെടേണ്ടുന്നത്. ഈ കാലഘട്ടത്തിൽ കുടുംബത്തിന് പുറത്ത് സ്നേഹം അന്വേഷിച്ചു പോകുന്ന ഒരു വലിയ സംസ്കാരം നമ്മളുടെ ഇടയിൽ രൂപപ്പെടുന്നുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് എന്നൊക്കെ പറയും. പണ്ട് നമ്മൾ വെസ്റ്റേൺ കൾച്ചറിലായിരുന്നു ഇതെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ കുടുംബ ബന്ധത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അനുഭവിക്കപ്പെടേണ്ടുന്ന സ്നേഹം പലയിടങ്ങളിലേക്കായി ചിതറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന ഇടത്താണ് ക്ഷമിക്കുവാൻ സാധിക്കുന്നത്, അംഗീകരിക്കുവാൻ സാധിക്കുന്നത്, തെറ്റുകളെ സ്വയം ഒരുമിച്ച് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നത് സ്നേഹം അനുഭവിക്കുന്ന ഇടങ്ങളിലാണ്. അതുകൊണ്ട് യോസഫും മറിയയും സംഭവിച്ചു പോയ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഒരുമിച്ച് ഏറ്റെടുത്തുവെന്ന് നമ്മളെ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ഇതോർത്തോണം, അവർ പരസ്പരം സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ് അവർക്ക് സാധിച്ചത്. യോസഫിന് മറിയയെ കുറ്റപ്പെടുത്താൻ സാധിച്ചില്ല, കാരണം യോസഫ് മറിയയെ സ്നേഹിച്ചു. മറിയയ്ക്ക് യോസഫിനെ കുറ്റപ്പെടുത്താൻ സാധിച്ചില്ല, കാരണം മറിയ യോസഫിനെ സ്നേഹിച്ചു. യേശു എന്ന് പറയുന്ന ബാലനെ അപ്പനും അമ്മയും കുറ്റപ്പെടുത്തുന്നില്ല, അവനെ മനസ്സിലാക്കുവാനായി അവരൊരു സ്റ്റെപ്പ് മുൻപോട്ടേക്ക് പോകുന്നു. അവൻ പറയുന്നതിനെ അവർക്ക് ഗ്രഹിച്ചില്ല, പക്ഷെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ മടങ്ങി നസ്രയത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഇത് ഒരു കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ്. പരസ്പരം സ്നേഹിക്കുന്ന ഇടമായി, പരസ്പരം വിശ്വസിക്കുന്ന ഇടമായി, പരസ്പരം മനസ്സിലാക്കുന്ന ഇടമായി നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ മാറുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന കുടുംബജീവിതത്തെ ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ മുതിർന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും ആദരവും അവരെ കുറെ കൂടെ സന്തോഷമുള്ളവരാക്കി നിലനിർത്തട്ടെ. ആയുസിൻ്റെ വലിപ്പത്തിലല്ല, മറിച്ച് ജീവിക്കുന്നിടത്തോളം കാലം പരസ്പരം സന്തോഷം, സമാധാനം, സംതൃപ്തി നൽകുന്ന ഇടങ്ങളായി നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ മാറണം. കുറച്ചല്ലേ നമുക്ക് ആയുസ്സുള്ളൂ. നമുക്ക് പറയാൻ സാധിക്കുമോ, എൻ്റെ കുടുംബം തിരുക്കുടുംബം പോലെ എന്ന് പറയുന്ന വിധത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കണം. തിരുക്കുടുംബം നമുക്കതിനൊരു മാതൃകയായി മാറണം.
യോസഫിനെയും മറിയയും യേശുവിനെയും പോലെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് യേശുവിൻ്റെ വളർച്ചയിൽ തീർച്ചയായിട്ടും യോസഫിനും മറിയയ്ക്കും ഒരു വലിയ പങ്കുണ്ടായിരുന്നു. ജീസസ് വാസ് ബോൺ ടു ബി ദ മെസ്സായ ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ മശിഹായ ആകുവാനായി ജനിക്കുകയും വളർത്തപ്പെടുകയും ചെയ്തവനാണ് യേശു. എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ ഒരു പൈതലായി യേശു ജനിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പൂർണ്ണ രൂപത്തിലുള്ളൊരു മനുഷ്യനെ അയക്കാമായിരുന്നു മശിഹായായിട്ട് ഈ ലോകത്തിലേക്ക്. അതിനുള്ള കഴിവൊക്കെ സ്വർഗത്തിലെ പിതാവിനുണ്ട്. പക്ഷേ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ അവൻ ജനിക്കണം, അവിടെ നിന്ന് ഈ ലോകത്തിലേക്ക് അവനൊരു ജനനം, 2 പേരുടെ നേർച്ചറിങ്, ഒരു അപ്പൻ്റെയും അമ്മയുടെയും വളർത്തൽ അവന് ലഭിക്കണമെന്നൊക്കെ സ്വർഗത്തിലെ പിതാവ് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? കുടുംബത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തെക്കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിന് അത്തരത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് വളരുവാൻ, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മെ വളർത്തുവാനും നമ്മളുടെ കുടുംബത്തെ പ്രതിഷ്ഠിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളുടെ ആരാധനാ സമൂഹം പോലും ദൈവം ആഗ്രഹിക്കത്തക്ക വിധത്തിലാകുന്നത്. ഏകദേശം 130 കുടുംബങ്ങൾ അടങ്ങുന്ന ഈ ഒരു ഇടവക 25ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങളും ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഈ ഇടവക ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. 25 വർഷത്തെ പാരമ്പര്യം ഇടവകയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് പറയുവാനായിട്ടുണ്ട്? നമ്മുടെ കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട കുടുംബങ്ങളാണോ? അത്തരത്തിലായിത്തീരുമ്പോൾ ഈ ഇടവകയിൽ തന്നെ പരസ്പരം സ്നേഹമുണ്ടാവും, വിശ്വാസമുണ്ടാവും, അംഗീകാരമുണ്ടാവും, അക്സെപ്റ്റൻസ് ഉണ്ടാവും, വിശ്വസ്തതയുണ്ടാകും. ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഈ പ്രദേശത്ത് കാണപ്പെടും. നിങ്ങളുടേതായ സ്വാധീനം ഈ ദേശത്ത് കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുവാൻ, ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരവസരത്തെ നൽകിയിരിക്കുകയാണ്. നമ്മളുടെ പേഴ്സണൽ ലൈഫ്സിനെ സമർപ്പിക്കുന്നതിനൊപ്പം നമ്മളുടെ കുടുംബത്തെ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ പാടി നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളുടെ ഈ ഒരു ധ്യാനം അവസാനിപ്പിക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത എന്നുള്ളിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. എന്ത് യോഗ്യത കണ്ടിട്ടാപ്പാ നിന്റെ മുൻപിൽ ഞങ്ങളെ ഇത്രത്തോളം നീ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ കുറവുകൾ നന്നായി അറിഞ്ഞിട്ടും ഞങ്ങളെ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹത്തിന് മുൻപാകെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുവാൻ നീ തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ പറയാൻ പാടില്ലാത്തത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ ദാനമായി തന്ന ബന്ധങ്ങളെ നീ തന്നതാണല്ലോ എന്ന് കരുതുവാൻ പലപ്പോഴും ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുതിർന്ന മാതാപിതാക്കളോട് ഇടപെടുന്നതിൽ, അവരെ ആദരപൂർവ്വം ചേർത്ത് പിടിക്കുന്നതിൽ പലപ്പോഴും ഞങ്ങൾക്ക് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കുറവാകുന്നുവെന്ന് ഇന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ കാണാതെ ഇതുവരെ ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ള നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ പൊതിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ, കുറവുകളെയൊക്കെ മറന്നുകൊണ്ട്, വിട്ടുകളയേണ്ടുന്നതിനെയൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അവരുടെ കൗമാരപ്രായത്തിൽ, അവരുടെ യൗവനപ്രായത്തിലൊക്കെ അവരൊരു പക്ഷേ തെറ്റിപ്പോയേക്കാം. ചെയ്യരുതാത്തത് അവർ ചെയ്തേക്കാം, പറയരുതാത്തത് അവർ പറഞ്ഞേക്കാം. പക്ഷെ ഞങ്ങൾക്ക് മക്കളെ നൽകിയവൻ നീയാണല്ലോ. അവർ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രഷ്യസ് ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ, അവരെ മനസ്സിലാക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വന്നുപോയ വീഴ്ചകളെയൊക്കെ മറന്നുകൊണ്ട് ഇന്ന് ഈ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി മടങ്ങിപ്പോകുവാൻ, പരസ്പരം നോക്കി എത്രത്തോളം ഞങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് പറയുവാനുള്ള ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ഇടവക നിന്റെ സന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെടും, സമർപ്പിക്കപ്പെടും. ഈ ഒരു വലിയ ചിന്ത ഞങ്ങളെ ഭരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കാലാകാലങ്ങളിലായി നേതൃത്വം നൽകിയിട്ടുള്ള ഞങ്ങളുടെ പട്ടക്കാരെ, പാസ്റ്റേഴ്സിനെ കുടുംബങ്ങളായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിലും ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ദേശത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പ്രദേശത്ത് ഞങ്ങളുടെ ഇടവക ഒരു സാക്ഷ്യമായി നിലകൊള്ളുവാൻ ഇടയാക്കണം. സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അർപ്പണബോധത്തിൻ്റെയും ഒരു വലിയ മാതൃകയായി ഈ പ്രദേശത്ത് നിലകൊള്ളുവാൻ, മറ്റ് മതസ്ഥരൊക്കെ വസിക്കുന്ന ഈ ഇടത്ത് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമാക്കി ഞങ്ങളുടെ ഇടവകയെ മാറ്റണമേ എന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കുറവുകളെയൊക്കെ മറന്നുകൊണ്ട് പരസ്പരം നിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും വരുന്ന ഞങ്ങളുടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. நல்லதொரு செய்தியை தந்து திருமதி பிரீனா மேத்யூ கொச்சம்மா அவர்களுக்கு நன்றிகளை